ഇനി കാർഷിക വാർത്തകൾ. ചൈനയുടെ ആരോപണത്തെ തുടർന്ന് 3 ഇന്ത്യൻ റൈസ് കയറ്റുമതി കമ്പനികൾക്ക് ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് പിൻവലിക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു. ഛത്തീസ്ഗഡിലെ റൈസ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷനാണ് ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ചൈനയിലെ കസ്റ്റംസ് വിഭാഗമായ GACC 3 ഇന്ത്യൻ റൈസ് കയറ്റുമതി കമ്പനികൾക്ക് ഏർപ്പെടുത്തിയ താൽക്കാലിക വിലക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുകയാണ്. GMO ഉള്ളതായി ആരോപിച്ച് ഇന്ത്യൻ അരി കയറ്റുമതികൾ തടഞ്ഞതോടെ കയറ്റുമതിക്കാർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചത്. ഇന്ത്യയിൽ GMO അരി കൃഷി ചെയ്യുന്നതിന് അനുമതിയില്ലെന്നും കയറ്റുമതി ചെയ്യുന്ന എല്ലാ അരിയും നോൺ GMO ആണെന്നും ICAR വ്യക്തമാക്കിയിട്ടും ചൈനീസ് തുറമുഖങ്ങളിൽ ചരക്കുകൾ തടഞ്ഞുവയ്ക്കുകയും തിരികെ അയക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര വ്യാപാര മന്ത്രി പീയൂഷ് ഗോയലിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കയറ്റുമതിക്കാർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇറാൻ യുദ്ധത്തിന് പിന്നാലെ രാജ്യത്തെ വളം നിർമ്മാണം കുറഞ്ഞത് കർഷകരിൽ ആശങ്ക ഉയർത്തുന്നു. ഖരീഫ് വിത്തെടുപ്പിന് മുൻപായി വളം ലഭ്യതയിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഇറാൻ യുദ്ധത്തിന് പിന്നാലെ രാജ്യത്തെ വളം നിർമ്മാണത്തിൽ ഗണ്യമായ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. മാർച്ച് 1 മുതൽ ഏപ്രിൽ 26 വരെ 59.01 ലക്ഷം ടൺ മാത്രമാണ് ഉൽപ്പാദനം. കഴിഞ്ഞ വർഷത്തെ 76.09 ലക്ഷം ടണ്ണിനെ അപേക്ഷിച്ച് ഇത് വലിയ കുറവാണിത്. ഏപ്രിൽ അവസാനം വരെ ചേർത്താലും മൊത്തം ഉൽപ്പാദനം 64 ലക്ഷം ടൺ മാത്രം എത്തുമെന്നാണ് കണക്കുകൾ. പ്രധാനമായും ഖരീഫ് കാലത്ത് വ്യാപകമായി ഉപയോഗിക്കുന്ന യൂറിയ നിർമ്മാണത്തിലാണ് ഏറ്റവും കൂടുതൽ ഇടിവ്. കഴിഞ്ഞ വർഷം 46.67 ലക്ഷം ടണ്ണ് ഉണ്ടായിരുന്ന യൂറിയ ഉൽപ്പാദനം ഈ വർഷം 35.42 ലക്ഷം ടണ്ണായി കുറയുകയും ചെയ്തു. ഇറാൻ യുദ്ധത്തെ തുടർന്ന് LNG വിതരണത്തിലെ തടസ്സങ്ങളാണ് ഇതിന് പ്രധാന കാരണം. ഇതിനിടെ വിത്തെടുപ്പിന് മുമ്പ് തന്നെ കർഷകർ വളം വാങ്ങാൻ കടകളിൽ നിരന്നിരിക്കുകയാണ്. യൂറിയ വിൽപ്പനയും ഉയർന്നിട്ടുണ്ട്. എന്നാൽ സർക്കാർ പറയുന്ന സ്റ്റോക്ക് നില ശക്തമാണെന്നും ആവശ്യത്തിന് വളം ലഭ്യമാണെന്നുമാണ്. എന്നാൽ ഉൽപ്പാദനത്തിലെ കുറവ് മുൻകൂട്ടി സംഭരണം തുടങ്ങുന്നത് കൂടി പരിഗണിക്കുമ്പോൾ ഖരീഫ് സീസണിന് മുന്നോടിയായ അടുത്ത ആഴ്ചകൾ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 9 വർഷത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ ഇടിവിൽ നിന്ന് നേരിയ വില വർധനവുണ്ടായെങ്കിലും പൈനാപ്പിൾ കർഷകരുടെ ആശങ്ക നീങ്ങുന്നില്ല. സാധാരണയായി വില വർദ്ധിക്കുന്ന കൊടും വേനലിലും ന്യായവില ലഭിക്കാത്ത നിരാശയിലാണ് കർഷകർ. ചെടികൾ കരിയുന്ന പ്രവണതയും വർദ്ധിക്കുകയാണ്. പച്ച സ്പെഷ്യൽ ഗ്രേഡിന് 33ഉം പച്ചയ്ക്ക് 31ഉം പഴത്തിന് 32 രൂപയും വീതമാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് 1-2 രൂപ മാത്രമാണ് വർദ്ധിച്ചത്. 2 വർഷം മുമ്പ് ഏപ്രിൽ 26 ലഭിച്ചതിന്റെ പകുതി വിലയാണിത്. കൃഷിയിടത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന പൈനാപ്പിൾ പൂർണ്ണമായി വിറ്റഴിക്കാനും കഴിയാത്ത അവസ്ഥയുണ്ടെന്ന് കർഷകർ പറയുന്നു. 10 ദിവസം മുമ്പ് സ്പെഷ്യൽ പച്ചയ്ക്ക് 31ഉം പച്ചയ്ക്ക് 29ഉം പഴത്തിന് 33 രൂപ വീതമാണ് വില ലഭിച്ചത്. 2017 മുമ്പ് വില ഇത്രയും കുറഞ്ഞത്. മാർച്ച് അവസാനം കിലോയ്ക്ക് 50 രൂപ ലഭിച്ചിടത്താണ് 30 മുതൽ 33 രൂപ വരെ ലഭിക്കുന്നത്. ഏപ്രിൽ പകുതിയോടെ വില വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. 10 ദിവസത്തിനിടെ പല ദിവസങ്ങളിലും വില ഇടിഞ്ഞു. വർദ്ധിച്ചത് ശരാശരി 2 രൂപ മാത്രമാണ്. വടക്കേന്ത്യയിൽ നിന്നുള്ള ഡിമാൻഡ് വർദ്ധിക്കാത്തത് ഉൾപ്പെടെ തിരിച്ചടിയായെന്ന് വ്യാപാരികൾ പറഞ്ഞു. കനത്ത വെയിൽ മൂലം പൈനാപ്പിളിന് ഭാരം കുറയുക, വിലയിടിവ് എന്നീ ഇരട്ട ആഘാതമാണ് കർഷകർ നേരിടുന്നത്. ഭാരം കുറയുന്നത് മൂലം വിൽക്കുന്ന അളവിൽ കുറവുണ്ടായി. വിലക്കുറവ് മൂലം വരുമാനത്തിലും ഇടിവുണ്ടായി. ഉൽപ്പാദന ചെലവ് ഉയർന്നു തന്നെ നിൽക്കുന്നതിനാൽ സാരമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ചെടികൾ ഉണങ്ങാതെ സംരക്ഷിക്കാൻ നനയ്ക്കുന്നതിലും വലിയ ചെലവുണ്ട്. ജലക്ഷാമം രൂക്ഷമാകുന്ന മലമ്പ്രദേശങ്ങളിൽ നനയ്ക്കാൻ കഴിയാത്തത് ചെടികളുടെ നാശത്തിന് കാരണമാകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.